ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്യുന്നത്. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും കേട്ടോ. ഒരു 2-3 മാസത്തോളമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. കുറേ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മുരിങ്ങയില റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 2 പിടിയോളം വരുന്ന മുരിങ്ങയില ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ മുരിങ്ങയില നമുക്കൊന്ന് ഇറുത്തെടുക്കാം. ഇല മാത്രം ഇറുത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ആ വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. ആ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫാൻ ഇട്ട് വെച്ചിരുന്നാലും മതി കേട്ടോ. എന്തെങ്കിലും ഒരു നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഇത്തിരി നേരം നന്നായിട്ടൊന്ന് പരത്തിയിട്ടിട്ട് വെച്ചിരുന്നാലും മതി. ആ വെള്ളം ഒന്ന് മാറി കിട്ടണം. അങ്ങനെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. വെള്ളത്തോടു കൂടി ഒരിക്കലും ചെയ്യരുത്. കാരണം ഇരിക്കുമ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായിപ്പോവും. വെള്ളം നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ആ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ചെറിയ അരിപ്പ് പോലെയുള്ളതിലൊക്കെ വെച്ചാലും മതി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെള്ളം പോകണം, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുരിങ്ങയില എല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി ഈ മുരിങ്ങയില നന്നായിട്ട് ഡ്രൈ ആയി വരണം. നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. എണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ, മുരിങ്ങയില മാത്രം. ഇടയ്ക്ക് കട്ട കെട്ടി വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നല്ലപോലെ വറുത്ത് വരുമ്പോൾ അത് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ കൈവച്ച് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മൾ ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതങ്ങ് ഡ്രൈ ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടുന്നവർക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു 1-2 പിടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചല്ലോ, ആ ഒരു അളവിലാണ് എടുത്തത്. കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നിറച്ച് അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒക്കെ എടുക്കാം. അരിയാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഈ അരി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ പൊട്ടി തുടങ്ങുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അരി നന്നായിട്ട് പൊട്ടി നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. കണ്ടോ, നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ആവട്ടെ. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തോളൂ. കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യമായി വരുന്നുണ്ട്. അരി ആദ്യം തന്നെ ഇങ്ങനെ വറുത്ത് മാറ്റുന്നതാണ് നല്ലത്. ബാക്കി ഇൻഗ്രീഡിയൻസ് പിന്നീട് നമുക്ക് സെപ്പറേറ്റ് വറുത്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അരിയുടെ ആ ടൈം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ആദ്യം ചെയ്യുക. അരി ആദ്യം വറുത്തെടുക്കും, അതിനുശേഷം ബാക്കി വറുത്തെടുക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് മതിയാവും. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് മതി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതും ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം, ഇരിക്കരുത്. അതിലിരുന്ന് കഴിഞ്ഞാൽ കുറേയും കൂടി മൂക്കും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു പിടിയോളം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഉഴുന്നാണ് കേട്ടോ, പീസ് ചെയ്ത ഉഴുന്നല്ല, മുഴുവനെയുള്ള ഉഴുന്നാണ്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് വറ്റൽമുളകിൻ്റെയോ കുരുമുളകിൻ്റെയോ അളവ് കുറയ്ക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉഴുന്നിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ അരിയിലേക്ക് തന്നെ നമ്മൾ ഈ വറുത്ത് കൊടുത്ത് നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് അതെനിക്ക് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്. ഒരു നുള്ള് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു പൊട്ടുപുളി, ഒരു പൊട്ടേ ഇടാവൂ, ഒരുപാട് ഇടരുത്. ഒരു നുള്ള് പുളി ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, അതിലൊരു ചെറിയ പീസ് കാണുന്നുണ്ട്, അത്രമാത്രം. ഒരു നുള്ള് കായവും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു പൊട്ട് പുളി ചേർത്ത് കൊടുക്കുക, ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം.
ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടണം. നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. നമ്മുടെ മുരിങ്ങയില വരെ നല്ല പോലെ പൊടിഞ്ഞ് ചേരും ഇതിലേക്ക്. മുരിങ്ങയിലയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അളവ് നല്ല രീതിയിൽ കൂട്ടാം കേട്ടോ. ഇതിൻ്റെ ഡബിളൊക്കെ എടുക്കാം മുരിങ്ങയില. അപ്പം ഞാൻ ദാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. നമ്മുടെ ഇഡലിപ്പൊടിയൊക്കെ നമ്മൾ പൊടിക്കില്ലേ, ആ ഒരു പരുവം കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തു. നല്ല മണമാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറുമാണ്. പുളി ഒരുപാട് കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പൊട്ട് പുളി മതി. ലാസ്റ്റ് നമ്മുടെ ഉഴുന്ന് വറുത്ത് വരുന്ന സമയത്ത് ഒരു പൊട്ട് പുളിയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താലും നല്ലതാണ്. അപ്പം ഞാൻ എന്താ ചോറിലേക്ക് ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുത്തു. നമുക്കൊരു തൈരോ അല്ലെങ്കിൽ പുളിശ്ശേരിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ട് എരിവ് ചേർക്കുക കേട്ടോ. കുരുമുളകിൻ്റെയും വറ്റൽമുളകും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇത്രയും എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളകിൻ്റെയോ വറ്റൽമുളകിൻ്റെയോ അളവ് കുറയ്ക്കാം. കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചാണല്ലോ എടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഡബിളൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. പക്ഷെ നമ്മൾ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി എരിവൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് അളവ് കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഡലിയുടെ ദോശയുടെ ഒക്കെ കൂടെ നമ്മൾ ചമ്മന്തിപ്പൊടി യൂസ് ചെയ്യുമല്ലോ, അതിന് പകരമായിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇതിൽ നന്നായിട്ട് മുരിങ്ങയില ചേർത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മുരിങ്ങയിലയുടെ ആ ഗുണം എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം പുറമേ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുരിങ്ങയിലയൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ പൊടിച്ചിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ. ആ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായി വറുത്ത് നല്ല ഡ്രൈ ആക്കി പൊടിക്കണം. നമ്മുടെ ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്നൊരു പരുവം, അത്രത്തോളം നല്ല ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നന്നായി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങയില റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും കേട്ടോ. മുരിങ്ങയില റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡലിപ്പൊടി ഉണ്ടല്ലോ, ഇഡലിപ്പൊടിയുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വറുത്ത ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ ചമ്മന്തിപ്പൊടി, അതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇടിച്ചമ്മന്തി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടിച്ചമ്മന്തി എന്നാണ് പറയുക. തേങ്ങ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തി. അതും ഇതുപോലെ കാലങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പുറമേ പോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വർക്കിംഗ് വിമൻസിനൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല ടേസ്റ്റാണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഇമയാസ് ബ്യൂട്ടി മാജിക്കിന് അടിച്ച് നോക്കിയാൽ മതി. ഇടിച്ചമ്മന്തി റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഇമയാസ് ബ്യൂട്ടി മാജിക്കിന് അടിച്ച് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇഡലിപ്പൊടി റെസിപ്പി ഇമയാസ് ബ്യൂട്ടി മാജിക്കിന് അടിച്ച് നോക്കിയാലും മതി. പുതിയൊരു റെസിപ്പിയുമായിട്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.